ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ തപ്പി നോക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര ഓട്സ് വേണം അതൊക്കെ നമ്മൾ ഇഷ്ടമാണ് കേട്ടോ, അതിനനുസരിച്ച് വേണം ഇവിടെ ഓട്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതവിടെ ഇത്രയും ഓട്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയാണ്, അതും ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ചിയാ സീഡാണ് കേട്ടോ. ചിയാ സീഡ് ഇതിലേക്ക് കുറച്ച് ചിയാ സീഡും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കുതിർക്കാനായിട്ട് ഞാനിവിടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ പാലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അത് നൈറ്റ് വെക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നൈറ്റിൽ തന്നെ ഇത് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ മോർണിംഗിൽ ഞാനിത് എടുത്ത് നോക്കിയിട്ടുണ്ട്, നല്ലോണം സോക്കായി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതൊന്നുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രൂട്ട്സ് ഇല്ലാതെ അങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വേറൊരു ബൗളിലേക്ക് കുറച്ച് ആപ്പിൾ ഫുള്ളായിട്ടൊന്നുമില്ല, അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആപ്പിള് പിന്നെ അതുപോലെ തന്നെ പഴമാണ്. നേന്ത്രപ്പഴം വേണമെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ് പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പഴുത്ത മാങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഴുത്ത മാങ്ങ ഞാൻ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ സോക്ക് ചെയ്ത് വെച്ച ഒരു ഓട്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി വേറെ വല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. സ്ട്രോബെറി അതുപോലെ വാൾനട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മധുരത്തോട് കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാരണം ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. മാത്രമല്ല ആ ഒരു ഓട്സിലും കുറച്ച് മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ വേറെ മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്നുകൂടി മധുരത്തിനും നല്ല ടേസ്റ്റോട് കൂടിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെവി ആയിട്ട് തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്, നമുക്ക് തീ പോലും കത്തിക്കാൻ കേട്ടോ. അല്ലാതെ നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ വെയിറ്റൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്